വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയ നല്ല അസലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് പാലപ്പത്തിന്റെ കൂടെ അപാര ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ എം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ചിക്കൻ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, തക്കാളി, ഇത് തേങ്ങാപ്പാലിന് ആവശ്യമായ തേങ്ങ. ഇത്രയാണ് വേണ്ട കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് ഒന്നാം തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ 3 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 ബാച്ചായിട്ട് നിങ്ങൾ അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരു ലേശം വെള്ളം, ഒരു 3-4 ടേബിൾ സ്പൂൺ വരുന്ന പോലെ മതി കേട്ടോ. ഒരു 1/4 കപ്പ് വരുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് അരച്ചോണ്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു പുതിയ തോർത്തൊക്കെ ആണല്ലോ എടുത്താൽ മതി. ഇതിലേക്ക് അരപ്പിടാം. ഇതുപോലെ 4 സൈഡും ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്നാം തേങ്ങാപ്പാൽ റെഡിയാണേ. ഒന്നാം തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ, വെള്ളം കുറവുള്ള തേങ്ങാപ്പാൽ. ഇതിങ്ങനെ ഫുള്ളങ്ങ് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒന്നാം തേങ്ങാപ്പാലായി. ഇനി ബാക്കി വന്ന ഈ തേങ്ങയില്ലേ, ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് അരച്ചോണ്ട് വന്ന് ഇതും ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ രണ്ടാം തേങ്ങാപ്പാലും റെഡിയാവും. ഇതുപോലെ നാക്കി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇത് കൊണ്ടോ വെള്ളം പോലെ ഇരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 വലിയ സവാള തിന്നായിട്ട് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ടാണ്. ഒന്ന് വഴറ്റിയെടുക്കാം. ആ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഉണ്ട്, ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു 5-6 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അധികം ക്വാണ്ടിറ്റിയിൽ പൊടിയുടെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇടുന്നതുകൊണ്ട് കുറച്ച് ബ്ലാൻഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, അര ടീസ്പൂൺ വെച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല കുക്കായി നല്ലൊരു അടിപൊളി മസാല കിട്ടിയിട്ടുണ്ട്. മസാല ഇങ്ങനെ ഈ ഒരു പരുവം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കറിക്കട്ടാണേ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ ആക്കി വെച്ച തേങ്ങാപ്പാലില്ലേ, അതിൻ്റെ 2ാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാവേ. 2ാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തിളപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചത് 2 കപ്പായിരുന്നു. 1ാം തേങ്ങാപ്പാൽ 1 കപ്പുമാണ്. ഈ ചൂട് മതി, തിളയ്ക്കണ്ട, ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.